വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അതാ നല്ല മഴ പെയ്യാൻ തുടങ്ങി. ഞാൻ നനഞ്ഞു കുളിച്ചോണ്ട് ഞങ്ങളുടെ റോഡ് മഴക്കാലായ റോഡ് പുഴയായി കാണാം കേട്ടോ. അയ്യോ മഴയ്ക്ക് ശക്തി കൂടിയല്ലോ. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയേ. ഞങ്ങളുടെ വഴി ഇതിനെ സൂക്ഷിച്ചു പോയിട്ടില്ലെങ്കിൽ മഴക്കാലത്ത് ഉണ്ടോ ഫുള്ള് പായൽ പിടിച്ച് തെങ്ങി കിടക്കുക. കഴിഞ്ഞ ദിവസം ചെറുങ്ങനെ ഒന്ന് ഞാൻ കാട് പറിച്ചു. മൊത്തത്തിൽ പറിക്കാൻ പറ്റിയില്ല എനിക്ക്, എന്നാലും നിറച്ച് കാടാം. മഴക്കാലമായത് കൊണ്ട് 2 മിനിറ്റിൻ്റെ 1 മിനിറ്റ് മുകളിൽ സമയം എടുത്തിട്ട് അവിടെ താഴെ നിന്ന് ഇറങ്ങാനും മുകളിൽ താഴേക്ക് ഇറങ്ങാൻ. നിറച്ച് റംബൂട്ടാൻ മരത്തുനിന്ന് കായ വീണ് പോയ മരം നിറച്ച് കായുണ്ടായിരുന്നു. പക്ഷെ അപ്പം ഒഴിഞ്ഞു തീർന്നില്ല. ഇവിടെ ഒരു തോടുണ്ട്. ഇന്നലെ ഞാൻ വന്നപ്പോൾ നിറച്ച് വെള്ളമായിരുന്നു. ഇന്നലെ രാത്രി മഴ പെയ്യാത്തങ്ങൾക്ക് വെള്ളം കുറഞ്ഞതുപോലെ നമ്മുടെ റോട്ടിൽ കൂടെ പുഴ പോലെയായിരുന്നു വെള്ളം. ഇന്നലെ രാത്രി മഴയേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് റോട്ടിലെ വെള്ളം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇതിൽ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വെള്ളം കൊണ്ട്. എന്താ വെള്ളം ഇവിടെ നിന്നുള്ള മൊത്തം വെള്ളം വേണം. ഇത് ഫുള്ള് റോഡ് വരെ പിടിച്ചാൽ ഒരു 5-6 മിനിറ്റ് ഉണ്ടാവും. രണ്ട് സൈഡിലും വീടുകളുണ്ട് കേട്ടോ. എല്ലായിടത്തും നിറച്ച് റോഡിൻ്റെ 2 സൈഡിലും വീടാണ്. നമ്മൾ മാത്രം ഇച്ചിരി ഒരു കുന്നിൻ്റെ പോലെ മുകളിൽ താഴേക്ക് നിറച്ച് വീടുകളാണ്. അടുത്തടുത്തടുത്ത് വീടുകളാണ്. എല്ലായിടത്തും വെള്ളക്കെട്ടാ. ഇനി ഒരു കയറ്റമുണ്ട്, അത് കയറാനാണ്. ഈ ഒരു കയറ്റം അങ്ങോട്ട് കയറി മുകളിലെത്തുമ്പോഴേക്കും ശ്വാസം നിലച്ചു. ഈ വീട്ടിൽ അവളെ കൂടിയാണ് ഞാൻ അധികം. ബസ് കിട്ടിയില്ല, സ്കൂട്ടിക്ക് പോട്ടോ. എന്താ അവളെ തറവാടാണ്. ചക്ക കണ്ടോ വീണ് നാശമായി കിടക്കണ. നല്ല വരിക ചക്കയാണ്. മഴയായപ്പോൾ ആർക്കും ചക്ക വേണ്ട. ചക്കപ്പഴത്തിൻ്റെ മണം നമുക്ക് തുളച്ച് കയറും.
കഴിഞ്ഞപ്പം കയ്യും കാലൊക്കെ കുഴഞ്ഞു പോകണമെന്ന് തോന്നുന്നു. ഇനി ബസ് കയറുന്നിടത്ത് എത്താനാകുമ്പോൾ ഒരു വെള്ളക്കെട്ടും കൂടിയുണ്ട്. ഇന്നലെ നല്ല വെള്ളമായിരുന്നു, ഇന്നിപ്പോൾ വെള്ളം കുറഞ്ഞിട്ടുണ്ട്. ശ്വാസം കിട്ടുന്നില്ല. ഇനി ഒരിറക്കാണ്, ആ കയറ്റം കയറിയിട്ട് ഒരിറക്കം. വൈകുന്നേരം വരുമ്പോഴും ഒരു കയറ്റം ഒരിറക്കും. കുട്ടാ രണ്ട് ഭാഗത്തേക്ക് ഒരു കയറ്റം ഒരിറക്കും മസ്റ്റാ. വൈകുന്നേരം വരുമ്പോൾ ഈ കയറ്റം കയറി വരണം, രാവിലെ പോരുമ്പോൾ ആ കയറ്റം കയറി വരണം. വേനൽക്കാലമായ വെള്ളമല്ല, മഴക്കാലമായ ഉറവ കൊണ്ട് നടക്കാൻ പറ്റത്തില്ല കേട്ടോ. റോഡ് വരെ പായല ഉറവ വന്നിട്ട്. എന്താ വേറെ എക്സസൈസ് ഒന്നും വേണ്ട. നമ്മൾ ഡെയിലി ഇത്രയും ദൂരം രാവിലെയും വൈകുന്നേരവും നടക്കുന്നത് കൊണ്ട് ഇത് തന്നെ ഒരു എക്സസൈസാണ്. വേറെ പ്രത്യേകിച്ചൊരു എക്സസൈസോ ഒന്നും ചെയ്യണ്ട. കണ്ടോ വെള്ളം ഒഴുകുന്ന നല്ല രസമല്ലേ. ഞാൻ വന്നിട്ട് എന്താ ഇത് പുതിയത് കെട്ടിയതാട്ടോ. ആർക്കായാലും ചെറിയൊരു ഇതുപോലെ ചാല് കീറി ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലേ അപ്പോൾ റോട്ടിൽ കൂടെയുള്ള വെള്ളം മൊത്തം പോയി റോഡ് എപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞതുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് പാസ്സായിട്ട് സൈഡ് കെട്ടി വാർത്തതാണ്. എന്താ റോഡ് പോലെ ഇന്നലെയൊക്കെ ഇതിൽ വരുമ്പോൾ എന്ത് ശക്തിയിൽ വെള്ളം പുളുപുളുപുളൂന്ന് ചാടുമായിരുന്നു. ഭയങ്കര ഒച്ചയായി. നമ്മൾ വെള്ളച്ചാട്ടത്ത് പോയാൽ ഉണ്ടാവുന്ന ഒച്ചയില്ല അതുപോലെ. ആ സൈഡിൽ കൂടെ ചാലില്ലാത്തതുകൊണ്ട് റോഡിൻ്റെ സൈഡിൽ കൂടെ കണ്ടോ വെള്ളം ഒഴുകുന്ന, രണ്ട് സൈഡിൽ കൂടെയും വെള്ളം ഒഴുകുന്നുണ്ട് ഇപ്പോൾ. ഹായ്, എൻ്റെ കൂട്ടുകാരി. അവൾക്ക് അവിടെ കേക്ക് കടയുണ്ട്. അവിടെ ഇവിടേക്ക് പോകുന്ന റോട്ടിലെ കോടഞ്ചേരിക്ക് പോകുന്ന തമ്പലമണ്ണ വഴി മുറമ്പാട്ട് തമ്പലമണ്ണ പോകുന്നവർക്ക് ഭയങ്കര ഫേമസ് ആയിട്ട് ഉണ്ട് കട ഇപ്പോൾ. ശരി വള്ളിയായിപ്പോയി. ഞാൻ നിങ്ങൾക്ക് വെള്ളം കാണിച്ചിരുന്ന് നടന്നപ്പോൾ എന്നാലും ഇച്ചിരി ഞാൻ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് സമയമായിട്ടില്ല. ഇന്നലെ ഞാൻ വൈകുന്നേരം വരുമ്പോൾ വരും മഴയല്ലായിരുന്നു ഇന്നലെ മൊത്തം. ഇവിടെയൊക്കെ വെള്ളമായിരുന്നു കേട്ടോ. ഈ റോഡൊക്കെ മൂടി കണ്ടോ, ഇതൊക്കെ വെള്ളം കൊണ്ട് മൂടിയിട്ടുണ്ടായിരുന്നേ. ഇന്നിപ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞതാ. ഇവിടെയൊക്കെ കുറച്ച് വെള്ളമായി. എന്താ കണ്ടോ, ഒരു പശുക്കിടാവും. പുഴ റോഡ് കണ്ടിട്ടുണ്ടോ? പുഴ റോഡ് ഇവിടെ അങ്ങനെ ചെന്ന് ഇവിടെ ചാടി വെള്ളക്കാട്ടായി. ഇന്നലെ ഇത് നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു. രാത്രിയായിരുന്നു. ഇപ്പോൾ രാത്രിയായും കൂടി ഞാൻ വീഡിയോ എടുത്തില്ല. ഇല്ലടി മുത്ത നീർക്കാക്ക കുളിക്കുന്നത് അവിടെ. നീർക്കാക്ക